Hello everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെയുണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 4 മാത്തമാറ്റിക്സ് എക്സാം ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? വളരെ ഈസി അല്ലേ? ഇന്നലെ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു, 10 ക്വസ്റ്റ്യൻസ്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ചെയ്ത് പഠിച്ചവർക്ക് നല്ല ഈസി ആയിരുന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ഒക്കെ നോക്കാം. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ടീച്ചർ കാണിക്കുന്നത്. ആൻസേഴ്സ് എല്ലാം കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാർക്കിംഗ് ഗ്രൗണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ചിത്രം നോക്കൂ. ഇതേ ക്വസ്റ്റ്യൻ ടീച്ചർ പഠിപ്പിച്ചു, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. ഒരു വാഹനത്തിൻ്റെ ചിത്രം 10 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരെണ്ണം 10 ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്ര കാറുണ്ട്? 10 10 10 30. എത്ര ബൈക്ക് ഉണ്ട്? 1 2 3 4 5 6 6 × 10 60. എത്ര സ്കൂട്ടി ഉണ്ട്? 4 × 10 40. ഓക്കെ. പാർക്കിംഗ് ചാർജ്, കാർ 20 rupees, ബൈക്ക് 10 rupees, സ്കൂട്ടി 10 rupees. അതിൽ ബി ക്വസ്റ്റ്യൻ, കാർ പാർക്ക് ചെയ്ത ഇനത്തിൽ ആകെ എത്ര രൂപ കിട്ടി? കാർ 20 രൂപയാണ്. എത്ര കാറുണ്ട്? 30 കാറുണ്ട്. 30 കാറിന് 20 രൂപ വെച്ച് എത്ര രൂപ കിട്ടും? 600 രൂപ കിട്ടും. 600 rupees. താഴെ തന്നിൽ ശരിയായതിന് ടിക്ക് മാർക്ക് ഇടുക. ബൈക്കിൻ്റെ സ്കൂട്ടിയുടെ എണ്ണം തുല്യമാണ്. അല്ല. കാറിൻ്റെ ഇരട്ടിയുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് ബൈക്കിൻ്റെ എണ്ണം. ശരിയാണ്. കാർ 30, ബൈക്ക് 60 ആണ്. അപ്പോൾ അതാണ് ശരി. പ്രവർത്തനം 2, കലോത്സവം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ ജില്ലകൾക്ക് കിട്ടിയ പോയിന്റ് വിവരമാണ് താഴെ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ, ഇടുക്കി, എറണാകുളം ലഭിച്ച പോയിന്റും കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ജില്ല ഏതാണ്? കണ്ണൂറാണ്. പട്ടിക നോക്കി പോയിന്റുകളെ കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുക. അപ്പോൾ ഫസ്റ്റ് 1028, സെക്കൻഡ് 1023, നെക്സ്റ്റ് 978, നെക്സ്റ്റ് 977, നെക്സ്റ്റ് 851. കലോത്സവത്തിൽ 1ാം സ്ഥാനക്കാർ 2ാം സ്ഥാനക്കാരേക്കാൾ എത്ര പോയിന്റ് കൂടുതൽ നേടി? 1ാം സ്ഥാനം 1028, 2ാം സ്ഥാനം 1023. അപ്പോൾ 2ാം സ്ഥാനത്തിനേക്കാളും എത്ര പോയിന്റ് കൂടുതലാണ് 1ാം സ്ഥാനത്തിന്? 5 points. ഓക്കെ. ഡി ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്ക് മാർക്ക് ഇടുക. ഇതിൽ ഡി ആണ് ശരി. എറണാകുളം ജില്ലയ്ക്ക് 1ാം സ്ഥാനക്കാരുടെ ഒപ്പം എത്താൻ വേണ്ടി 50 പോയിന്റ് കൂടി വേണം. 978 + 50 1028 വരും. ഓക്കെ. പ്രവർത്തനം 3, പഠനോത്സവം. പഠനോത്സവത്തിന് 36 കളർ പേപ്പർ 4 ഗ്രൂപ്പുകൾക്ക് തുല്യമായി കൊടുത്തു. ഒരു ഗ്രൂപ്പിന് എത്ര പേപ്പർ കിട്ടും? 36 കളർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. 4 ഗ്രൂപ്പ്സിനാണ് അത് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ എത്ര കിട്ടും? 36 ഡിവൈഡഡ് ബൈ 4, 9 പേപ്പർ. ഒരു പേപ്പറിന് 2 രൂപ വീതം 36 പേപ്പർ വാങ്ങാൻ എത്ര രൂപ ചിലവാകും?
36 × 2 72 rupees. 80 പേന 3 കുട്ടികൾ വ്യത്യസ്ത രീതിയിൽ പാക്കറ്റുകളാക്കി. അവർ എഴുതിയ രീതി നോക്കൂ. റീന 5 പേന വീതം 16 പാക്കറ്റ്, സാബു 10 പേന വീതം എടുത്താൽ 8 പാക്കറ്റ്, സീന നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇവിടെ 20 പേന വീതമാണെങ്കിൽ 4 പാക്കറ്റ്. 27 മുത്തുപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 9981. ഓക്കെ. പ്രവർത്തനം 4A. ഭാരം എഴുതാം. പട്ടികയിലെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. റബ്ബർ, തേങ്ങ 6 ക്വിൻ്റൽ 20 കിലോഗ്രാം, അപ്പോൾ 620 കിലോഗ്രാം. അടയ്ക്ക 270 കിലോഗ്രാം ആണ്, അപ്പോൾ 2 ക്വിൻ്റൽ 70 കിലോഗ്രാം ആണ്. കുരുമുളക് 1 ക്വിൻ്റൽ 50 കിലോഗ്രാം, അപ്പോൾ 150 കിലോഗ്രാം. ഇത് ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ടീച്ചർ വർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കുരുമുളക് 3 ചാക്കിൽ തുല്യമായി നിറച്ചു വെച്ചു. ഒരു ചാക്ക് കുരുമുളകിൻ്റെ ഭാരം എത്ര? കുരുമുളക് 3 ചാക്കിൽ തുല്യമാക്കി വെച്ചു. അപ്പോൾ കുരുമുളകാണ് 150 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ ഒരു ചാക്ക് കുരുമുളകിൽ 50 കിലോഗ്രാം. 50 50 50 150. ചുവടെ കൊടുത്തവയിൽ 1 ടണ്ണിന് തുല്യമായത്. 1 ടൺ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം. അതും ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നു. 4B. പെട്രോൾ പമ്പ്. ഒരു പമ്പിൽ നിന്നും 3 ദിവസം വിറ്റ പെട്രോളിൻ്റെ അളവ് താഴെ തന്നിരിക്കുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നൽകിയിരിക്കുന്ന വിറ്റ പെട്രോളിൻ്റെ അളവാണ്. ഏത് ദിവസമാണ് കൂടുതൽ പെട്രോൾ വിറ്റത്? ട്യൂസ്ഡേ, ചൊവ്വയാണ്. ട്യൂസ്ഡേ. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വിറ്റ പെട്രോളിൻ്റെ ആകെ അളവ് തിങ്കളും ചൊവ്വയും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടി നോക്കുക. 380 + 400 780, 500 + 450 950, 780 ലിറ്റർ 950 മില്ലി ലിറ്റർ. ബുധനാഴ്ച വിറ്റ പെട്രോളിനേക്കാളും എത്ര കൂടുതലാണ് ചൊവ്വാഴ്ച വിറ്റത്? ബുധനേക്കാളും എത്ര കൂടുതൽ ചൊവ്വാഴ്ച വിറ്റു? 20 ലിറ്റർ 350 മില്ലി ലിറ്റർ. ഇതിൽ നിന്ന് കുറച്ചാൽ മതി. 1 ലിറ്റർ പെട്രോളിന് 106 രൂപയാണ് വില. 2 ലിറ്റർ പെട്രോൾ വാങ്ങാൻ എത്ര രൂപ വേണം? 106 × 2 212 റുപ്പീസ് വേണം. 212 ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. നെക്സ്റ്റ് 5A 5B, അതിലും ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. 5A സൈക്കിൾ റാലി. ഭിന്നശേഷി സൗഹൃദ സന്ദേശം പകരുന്നതിനായി അജിയും കൂട്ടുകാരും സൈക്കിൾ റാലി നടത്തി. ആദ്യ ദിനം 9 കിലോമീറ്റർ 300 മീറ്റർ സഞ്ചരിച്ചു. സഞ്ചരിച്ച ദൂരം മീറ്ററിൽ എഴുതുക. മീറ്ററിൽ എഴുതാനാണ് 9 കിലോമീറ്റർ 300 മീറ്റർ. അപ്പോൾ 9300 മീറ്റർ. 9300 മീറ്റർ ആണ് മീറ്ററിൽ എഴുതുമ്പോൾ വരിക. രണ്ടാം ദിനം 11 കിലോമീറ്റർ 600 മീറ്റർ സഞ്ചരിച്ചു. ആദ്യ 2 ദിനങ്ങളിൽ സഞ്ചരിച്ച ദൂരം എത്രയാണ്? അപ്പോൾ 9 കിലോമീറ്റർ 300 മീറ്ററും 11 കിലോമീറ്റർ 600 മീറ്ററും കൂടി കൂട്ടുമ്പോൾ 20 കിലോമീറ്റർ 900 മീറ്റർ കിട്ടും. റാലിയുടെ ഭാഗമായി ആകെ 25 കിലോമീറ്ററാണ് സഞ്ചരിക്കാൻ തീരുമാനിച്ചത്. 25 കിലോമീറ്റർ പൂർത്തിയാക്കാൻ ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? 20 കിലോമീറ്റർ 900 മീറ്റർ സഞ്ചരിച്ചു. ഇനി 4 കിലോമീറ്റർ 100 മീറ്റർ കൂടി സഞ്ചരിച്ചാൽ മതി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ. 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. 7 മണി കഴിഞ്ഞ് 15 സെക്കൻഡ് ആയപ്പോൾ സൈക്കിൾ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. തന്നിരിക്കുന്ന ക്ലോക്കിൽ ഈ സമയം വരച്ചു ചേർക്കുക. 1 മിനിറ്റ് പോലും ആയില്ല. 1 മിനിറ്റ് ആകാത്തത് കൊണ്ട് മിനിറ്റ് സൂചി നീക്കേണ്ട കാര്യമില്ല. അപ്പോൾ രണ്ടും എവിടെ വയ്ക്കുക? 7 ആണ്. ഇതല്ല 12 അല്ല 7 ആണ് കേട്ടോ. ഇത് 7ലാണ് വരിക. ഈ സൂചി ചെറിയ സൂചി 7ൽ വരും, വലിയ സൂചി 12ൽ വരും. ഓക്കെ, ഈ സൂചി 7ലാണ് വരിക. 7ലും വലിയ സൂചി 12ലാണ്. ഇത് തെറ്റാണ്. ഇത് 12 o'clock ആണ്. 7 o'clock എന്ന് പറയുമ്പോൾ ഈ ബ്ലാക്ക് സൂചി 7ൽ വരും, റെഡ് സൂചി 12ൽ വരും. ഓക്കെ. 5B ടൂറിസ്റ്റ് കേന്ദ്രം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം. കുതിരമാളിക, കോവളം, നെയ്യാർഡാം, മൃഗശാല. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുതിരമാളികയിലേക്ക് എത്ര ദൂരമുണ്ട്? എത്രയുണ്ട്? 2 കിലോമീറ്റർ 200 മീറ്റർ. എത്ര മീറ്റർ ദൂരമുണ്ട്? അപ്പോൾ എങ്ങനെയാണ് വരിക? 2200 മീറ്റർ. തേജു നെയ്യാർ ഡാമിലേക്ക് ബൈക്കിലാണ് പോയത്. 70 കിലോമീറ്റർ 500 മീറ്റർ എത്തിയപ്പോൾ പെട്രോൾ പമ്പിൽ നിർത്തി. ഡാമിലേക്ക് ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? 70 കിലോമീറ്റർ 500 മീറ്റർ എത്തിയപ്പോൾ പെട്രോൾ പമ്പ് എത്തി. നെയ്യാർ ഡാം 29 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 29ൽ നിന്ന് 70 കിലോമീറ്റർ 500 മീറ്റർ കുറയ്ക്കുമ്പോൾ 11 കിലോമീറ്റർ 500 മീറ്ററാണ് ആൻസർ കിട്ടുക.
ജിനു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോവളത്തേക്ക് പോയി. തിരിച്ച് സ്റ്റേഷനിലെത്തി. ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? അതായത് റെയിൽവേ സ്റ്റേഷൻ മുതൽ കോവളം വരെ, കോവളം മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ എത്രയാണ്? 12 കിലോമീറ്റർ. 400 മീറ്ററിനെ 2 പ്രാവശ്യം കൂട്ടുക. അപ്പോൾ എന്ത് വരും? 24 കിലോമീറ്റർ 800 മീറ്റർ. ഡി ക്വസ്റ്റ്യൻ. മനുവും കുടുംബവും മൃഗശാലയിൽ 11 മണിക്ക് എത്തി. 2 മണിക്കൂർ 15 മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇറങ്ങിയ സമയം ക്ലോക്കിൽ വരച്ചു ചേർക്കുക. 11 മണിക്ക് എത്തി. 2 മണിക്കൂർ കഴിയുമ്പോൾ 1:15 മിനിറ്റ്. 1 വലിയ സൂചി, അതായത് വിത്ത് കൂടിയ സൂചി വരയ്ക്കുക, ഓവർ ഹാൻഡ് വരയ്ക്കുക, മിനിറ്റ് ഹാൻഡ് 3 വരയ്ക്കുക. താഴെ തന്നിരിക്കവയിൽ ശരിയായതിന് ടിക്ക് മാർക്ക് ഇടുക. ഇതിൽ 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ശരിയാണ്. 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്ററും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസർ നല്ലതുപോലെ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.